ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ഊട്ടിക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമ്മളിന്ന് ഊട്ടിക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ചേട്ടായും ഒക്കെ ഇറങ്ങി. അങ്ങനെ നമ്മൾ റെഡിയായി പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി കേട്ടോ. എല്ലാവരും കൂടി വണ്ടി കയറി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ വണ്ടി കയറി പോകാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഊട്ടിക്ക് പോണേ കേട്ടോ. അപ്പോൾ ഊട്ടിക്ക് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് ഓർത്ത് ഒരു ബേക്കറിയിൽ നിർത്തിയതാണ് കേട്ടോ. അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിലൊക്കെ നമുക്ക് കൂടുതലും ചായക്കടകളൊന്നും അധികം ഇല്ല, ബേക്കറീസാണ്, ബേക്കറി ഫുഡാണ് കൂടുതലും. ബേക്കറിയിൽ നിന്നാണ് എല്ലാവരും നമുക്ക് ചായയൊക്കെ കിട്ടുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു മുട്ട റോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു എഗ് പപ്സ് പറഞ്ഞു, പിന്നെ ചായ, കുട്ടികൾക്ക് പാലും വെള്ളവും, പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു പക്കാവട, ഉള്ളി പക്കാവട, ഒണിയൻ പക്കാവട ഒക്കെയാണ് കഴിച്ചത് കേട്ടോ രാവിലെ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇത് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് ദൂരമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരം പോയി. അത് കഴിഞ്ഞതാണ് നമ്മൾ ഏകദേശം ഒരു ഹില്ലൊക്കെ കയറാനായിട്ട് എത്താറായിട്ടുണ്ട്. നമ്മളൊരു ഉൾപ്രദേശത്തിൽ കൂടിയാണ് നമ്മൾ ഊട്ടിക്ക് പോകുന്നത് കേട്ടോ. ഏകദേശം മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന ആ റൂട്ടല്ലെങ്കിലും ഏകദേശം അതേപോലത്തെയൊക്കെ തന്നെ ഒരു വ്യൂ തന്നെയാണ് നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റിയത് കണ്ടോ. ഏകദേശം കാടുകളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു പോകുന്ന വഴിക്ക് നമ്മളൊരു അമ്പലത്തിൽ, ഈ അമ്പലത്തിന് കുറേ സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ പേരൊന്നും അറിയില്ല. പോകുന്ന വഴി അവിടെ കയറി വഴിപാട് ഇട്ടിട്ട് പോകാമെന്ന് ഓർത്തു. ഇവിടെ നമ്മൾ ആടിനെയൊക്കെ വെട്ടുന്നതാണ് ഇവിടുത്തെ മെയിൻ വഴിപാടുകളും കാര്യങ്ങളൊക്കെ. ഇതിലേ പോകുന്ന ലോറിക്കാരും വണ്ടിക്കാരും ഒക്കെ ഇവിടെ വഴിപാട് ഇട്ടിട്ടാണ് ലോഡും കൊണ്ടൊക്കെ പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതാണ് പോകുന്ന വഴി രാവിലെ തന്നെ ഇറങ്ങിയിട്ട് അമ്പലത്തിലൊക്കെ കയറിയിട്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് റെഡിയായി വന്നപ്പോൾ നല്ലോണം ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് വഴിപാട് ഇട്ടിട്ട് പോകാമെന്ന് ഓർത്ത് അമ്പലത്തിലൊക്കെ കയറി. അത് കഴിഞ്ഞ് നമ്മളുടെ യാത്ര പിന്നെയും തുടർന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഏകദേശം ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഊട്ടിക്ക് കയറുന്ന ഹില്ല് കയറുന്ന ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇ പാസ് എടുക്കണം കേട്ടോ. നമുക്ക് ഊട്ടിക്ക് ഏത് വണ്ടിക്ക് പോവുകയാണെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ഇ പാസ് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇ പാസ് കാണിച്ചതാണ് അവിടെ. അങ്ങനെ ഇ പാസ് കാണിച്ച് നമ്മൾ ഏകദേശം ഹില്ല് കയറി തുടങ്ങി കണ്ടോ. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്, അടിപൊളി വ്യൂസാണ്, മലനിരകൾ. ഇനി അങ്ങോട്ട് ഫുൾ ഇങ്ങനത്തെ വ്യൂകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്കാണെങ്കിൽ കുറേ കാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഹില്ല് ഏരിയാസാണ്. അത് കഴിഞ്ഞ് ഇതൊരു ഊട്ടി എത്തുന്നതിന് മുമ്പുള്ളൊരു സെൻറ്ററാണ്, കോണൂരെന്ന് പറയും. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉണ്ട് നമുക്ക് ഊട്ടിക്ക് പോകാനായിട്ട് കണ്ടോ. ഇവിടെയാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് കോനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വ്യൂ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ കിൽക്കത്തിലെ ട്രെയിനൊക്കെ കണ്ടായിരുന്നോ? കിൽക്കത്തിലെ രേവതി പോകുന്ന ആ ഒരു ടോയ് ട്രെയിനൊക്കെ അവിടെ, അതിൻ്റെ ഒരു സാമ്പിൾ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതാ ആ ഒരു ഫുൾ വ്യൂ ആണ് അവിടുത്തെ കോനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ നമ്മൾ കുറേ ദൂരം ചായ കുടിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയപ്പോൾ ഇവിടെ നിന്നും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചായ അല്ല കുടിച്ചത്, വെള്ളമാണ് കേട്ടോ കുടിച്ചത്. ഗോലി സോഡയാണ് ഇത്. അവിടുത്തെ ഒരു തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ് ഗോലി സോഡ എന്ന് പറയുക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗോട്ടി ഇട്ടിട്ടുണ്ട്. പക്ഷെ കുടിക്കുമ്പോൾ അത് നമ്മുടെ കുപ്പിയുടെ പുറത്തേക്ക് വരില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. പല ഫ്ലേവറിൻ്റെ ഉണ്ട്. നമ്മളൊരു സാധാ ജീരകത്തിൻ്റെ പോലത്തെയാണ് കുടിച്ചത്. പക്ഷെ അതിന് നല്ല പനീറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കുടിച്ച് ഹില്ലൊക്കെ കയറി ഇതാ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോയത് ഊട്ടി ഗാർഡനിലാണ്, ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഓണത്തിൻ്റെ വെക്കേഷൻ സീസൺ ആയതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ സൺഡേ അല്ല സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. സാറ്റർഡേയും ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ഊട്ടി ഗാർഡനിലോട്ടാണ് ഫസ്റ്റ് പോയത്. അവിടെ നമുക്ക് ഒരാൾക്ക് 100 രൂപയാണ് പാസ് എടുക്കണം കേട്ടോ. പാസിന് റേറ്റ് വരുന്നത്, കുട്ടികൾക്കാണെങ്കിൽ 50 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടോ. അപ്പോൾ ഗാർഡൻ നമ്മളൊക്കെ കൂടുതലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പോയിട്ടുണ്ടാകും. ഞാനൊക്കെ 10ലും +2 ലും പോയത് ഊട്ടിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു 90s കിഡ്സിൻ്റെ ജനറേഷനിലൊക്കെ കൂടുതലും നമ്മുടെ സ്കൂൾ കോളേജ് ടൂറൊക്കെ കൂടുതലും ഊട്ടിക്കും മൈസൂർക്കൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഊട്ടി മൈസൂരൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളതാണ്, 10ൽ പഠിച്ചപ്പോൾ വന്നിട്ടുണ്ട്, പിന്നെ +2 വന്നിട്ടുള്ളതാണ്, കണ്ടതാണ് ഈ ഗാർഡനൊക്കെ കേട്ടോ. പിന്നെ കാണുന്നത് ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ്. അപ്പോൾ അന്നത്തെ കുറേ മെമ്മറീസൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് വന്നായിരുന്നു. ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങിയതൊക്കെ ഒരു ഓർമ്മയൊക്കെ വന്നു. ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നു. അപ്പോൾ എന്തായാലേ, അപ്പോൾ അങ്ങനെ നമ്മൾ ഗാർഡനിലെ ഫുൾ വ്യൂ ഇങ്ങനെ നടന്ന് കണ്ടു. ഗാർഡനിലെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാനാണ്. മെയിനായിട്ട് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം. പിന്നെ ഞങ്ങൾ ചെന്ന സമയം നല്ല വെയിലുള്ള സമയമായിരുന്നു. തണുപ്പ് അതുകൊണ്ട് തന്നെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ വെയിലായതുകൊണ്ട് ഇങ്ങനെ വെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ കുറേ നേരം അവിടെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു. പിന്നെ വാട്ടർ ATM ഉണ്ട് കേട്ടോ അവിടെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, എനി ടൈം വാട്ടർ എന്ന് പറഞ്ഞിട്ട് വാട്ടർ ATM, നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോൾ വെള്ളം കുടിക്കാനായിട്ടുള്ള വാട്ടർ ATMും അങ്ങനെ അവിടെ കണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അതൊക്കെ കണ്ട് ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടരുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വൈകുന്നേരം ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോഴേക്കും അപ്പോൾ നമ്മൾ ഒരു ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കയ്യിൽ പിടിച്ചിട്ട് അത് കഴിക്കുവാണ്. പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഒരു നെയ് റോസ്റ്റാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ചപ്പാത്തിയാണ് കഴിച്ചത്. ചപ്പാത്തിയും മുട്ടക്കറിയാണ് കഴിച്ചത്. പിന്നെ അവിടുത്തെ മെയിൻ ഐറ്റമാണ് കേട്ടോ ഈ എന്താ പറയുക, കുറുമ, വെജ് കുറുമ. അത് നമ്മുടെ ഇവിടുത്തെ പോലത്തെ കുറുമയല്ല, വേറൊരു തരം ചാറാണത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ പോയത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ലേക്ക് കാണാനാണ്. അപ്പോഴേക്കും ഏകദേശം ഈവനിങ് ആയി, സന്ധ്യയൊക്കെ കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു. പക്ഷെ നമുക്ക് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലേക്കിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഉള്ളിലോട്ട് കിടക്കാൻ പറ്റിയില്ല. അവിടെ ക്ലോസ് ചെയ്തു. 6 മണി വരെ അവിടെ സമയമുള്ളൂ. അവിടെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഇങ്ങനെ നടന്നു. ഇവിടെ കുതിരകളൊക്കെ ഉണ്ട്, അവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. പക്ഷേ കുതിരകളെയൊക്കെ അവർ കെട്ടി ഇനിയിപ്പോൾ ഇന്നത്തെ ഇതുകളൊക്കെ കഴിഞ്ഞു, ഇനി നാളെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കുതിരകളെയൊക്കെ കണ്ടു. പിന്നെ അത് ഒരു കുതിര പാവം, അതിന് ഉറക്കം വരും, അത് ഉറക്കം തൂങ്ങിയിട്ട് അതിങ്ങനെ ഉറങ്ങുവാണ് കേട്ടോ. അങ്ങനെ അത് ഉറങ്ങിപ്പോയി, കണ്ടോ, അത് ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം കുതിരേനെ കണ്ട് അവിടെയൊക്കെ കുറച്ച് നേരം നടന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. ഇനി ഊട്ടിയിൽ നമുക്ക് ഇത്രയും സമയമായതുകൊണ്ട് ഇനിയൊന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഊട്ടിപ്പൂ കണ്ടോ, അങ്ങനെ ഊട്ടിപ്പൂവൊക്കെ കണ്ടു. ഊട്ടിപ്പൂ വാങ്ങിയൊന്നുമില്ലല്ലോ, ജസ്റ്റ് കണ്ടത് ഉള്ളൂ. അങ്ങനെ നമ്മളതൊക്കെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊട്ടിയിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.